Welcome to Tasty Buds. അസ്സലാമലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാനാണ് ടേസ്റ്റി ബഡ്സിലെ റോഷ്ന. ഞാൻ ആദ്യമായിട്ടാണ് ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നത്. ഫെബ്രുവരി 1 2019 ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്, എന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ എന്നെ നന്നായി സപ്പോർട്ട് ചെയ്യണം. നിങ്ങളൊക്കെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഞാൻ വേറൊരു പുതിയ വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കും. അത് ചിക്കൻ ബിരിയാണിയാണ്. അത് എൻ്റെ സ്പെഷ്യൽ ടച്ചിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണ് ചേരുവകളെന്ന് നോക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി എൻ്റെ ഒരു ടച്ചിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ ആദ്യം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു 3 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയതാണ്. 3 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, വല്ലാതെ പൊടിഞ്ഞതല്ല കേട്ടോ, ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ടത്, എന്നാലും അധികം പൊടിയാതെ ഇരുന്നിട്ടുമില്ല. ഒരു മീഡിയം ഗ്രൈൻഡ്. പിന്നെ അതിലേക്ക് നമുക്ക് സാധാരണ മുളക്, അത് ഒരു 2 ടീസ്പൂൺ. പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് ഉപ്പ് ആവശ്യത്തിന്. ഉപ്പ് ഞാൻ നോക്കിയിട്ട് വീണ്ടും ഇട്ട് കൊടുക്കുക. നമുക്കിപ്പോൾ ഒരു 3 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യുക. ഞാൻ കാശ്മീരി ചില്ലി യൂസ് ചെയ്യാൻ കാരണം നല്ല കളർ വേണ്ടിയിട്ടാണ്, എരിവും കുറവായിരിക്കും. ഇത് നന്നായി മിക്സ് ചെയ്യുക. അങ്ങനെ മിക്സായി കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒരു അരമണിക്കൂർ നേരം നമുക്കിത് ഇങ്ങനെ വെക്കണം മിനിമം. ഇനി നിങ്ങൾക്ക് തീരെ സമയമില്ല, പെട്ടെന്നാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 10 മിനിറ്റ് വരെയെങ്കിലും നിങ്ങളൊന്ന് വെക്കണം. എന്നാലേ ഇത് നമ്മൾ ഈ തേച്ച് മാരിനേറ്റ് ചെയ്ത് ഒന്ന് ശരിക്കും പിടിക്കുള്ളൂ അതിലേക്ക്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ ഞാൻ പറയാൻ മറന്നുപോയി മാരിനേറ്റ് ചെയ്യാൻ്റെ സമയത്ത്. അപ്പോൾ അതിലേക്ക് ഞാൻ മീഡിയം സവാള എടുത്തിട്ടുള്ളത്, ഒരു 8 സവാള എടുത്തിട്ടുള്ളത്, മീഡിയം സവാള. അതുപോലെ തന്നെ പച്ചമുളക് എടുത്തിട്ടുള്ളത് ഒരു 13 എണ്ണം എടുത്തിട്ടുണ്ട്. എരിവ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കുറയ്ക്കുക കൂട്ടുകയൊക്കെ ചെയ്യാം. ഞാനൊരു 13 എണ്ണം എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു പിടി വലിയ വെളുത്തുള്ളിയാണത്. അതുപോലെ ഇഞ്ചി 2 വലിയ കഷ്ണം. പിന്നെ നമുക്ക് ഗരം മസാല ആവശ്യമുണ്ട്. ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. ഗരം മസാല വാങ്ങി പൊടിക്കാറാണ് ചെയ്യാറ്. പിന്നെ നമുക്ക് ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയിലയും വേണം. ഞാനിതിലേക്ക് ഒരു 7 തക്കാളി കൂടി ചേർക്കുന്നുണ്ട് മസാലയിലേക്കുള്ളത്. അങ്ങനെ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. പാൻ ചൂടായി, അതിലേക്ക് ഞാനൊരു 6 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സവാള സ്ലൈസ് ചെയ്തൊന്ന് വറുത്തെടുക്കാം. ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ സവാള ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് സവാള എടുത്തിട്ടുള്ളൂ, കാരണം ഇവിടെ അധികം അത് യൂസ് ചെയ്യില്ല. സവാള ഏകദേശം ബ്രൗൺ കളർ ആകുന്നുണ്ട്. ഇനി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ഇനി ലൈറ്റ് ബ്രൗണേ ആക്കുന്നുള്ളൂ. ഇന്ന് അത് നമ്മൾ ഇതൊക്കെ വറുത്ത് കോരി കഴിഞ്ഞതിന് ശേഷം അത് ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ അത് ക്രിസ്പി ആയിട്ടിരിക്കും. നമുക്കിതിലേക്ക്
കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആയാൽ മതി. ഇത് കളർ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിൻ്റെ ഒരു സൈഡിൽ തന്നെ വെക്കാം. ഉണക്കമുന്തിരി, ഇത് പെട്ടെന്ന് ആയി കിട്ടും. ഇനി നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഈ ഓയിലിലേക്ക് തന്നെ നമ്മൾ സവാള ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഞാനിതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. അത് വഴറ്റി കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്ന് സവാള നമുക്ക് വഴന്ന് കിട്ടും. ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. സവാള ഒന്ന് വഴന്ന് വരട്ടെ. സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ നമ്മൾ പച്ചമുളക് നുറുക്കിയതൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർക്കാം. അതുപോലെ നമ്മൾ ഗ്രീൻ ചില്ലിയും ചേർത്ത് കൊടുക്കാം. നിങ്ങൾ മിക്സിയുടെ ജാറിൽ വെച്ച് ചെയ്തെടുത്താലും മതി. ഞാൻ ചോപ്പറിലാണ് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളത്. അതായത് ഒന്ന് നുറുക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നന്നായി വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പച്ചച്ചുവ മാറുന്ന വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. കണ്ടോ, ഇതിൽ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല പൗഡർ ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി ഒന്ന് വഴറ്റുക. വേറെ പൊടികളൊന്നും ഞാനതിൽ ചേർക്കാം. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കണം. ഞാനിത് അടച്ചു വെക്കാൻ പോവുകയാണ്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയും സവാളയും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇല, കുറച്ച് പുതിന ഇല ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഉപ്പ് ഇടുമ്പോൾ നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ചിക്കനിലും ഓൾറെഡി ഉപ്പുണ്ട്. അത് കാരണം അതിനനുസരിച്ച് ഉപ്പ് ഇടാൻ പാടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയൊക്കെ ഒന്ന് അതിൽ പിടിക്കട്ടെ.
ഞാൻ തൈര് യൂസ് ചെയ്യാറില്ല. ഇത് കുരുവില്ലാത്ത ചെറുനാരങ്ങയാണ്. അത് കാരണമാണ് നിങ്ങൾ അങ്ങനെ കുരുള്ളതാണെങ്കിൽ അത് മാറ്റിയിട്ട് വേണം നമ്മൾ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാൻ. കുറച്ചും കൂടി ചേർത്ത് കൊടുക്കും. കുറച്ച് നേരം ഒന്നിങ്ങനെ ഇതിലിരുന്നിട്ട് ഈ മസാലയൊക്കെ ചിക്കനിലൊന്ന് പിടിക്കണം. അപ്പോൾ അത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ചോറ് വെക്കാനുള്ള നെയ്ച്ചോറ് വെക്കാനുള്ള അരിയൊക്കെ കഴുകിയെടുക്കാം. ഞാൻ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 6 കപ്പ് എടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. നമുക്ക് ബേ ലീവ്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ കറുവപ്പട്ട, 4 കറുവപ്പട്ട, 1 ടീസ്പൂൺ കാർഡമം, ഏലക്കായ, 1 ടീസ്പൂൺ ഗ്രാമ്പു ചേർത്ത് കൊടുത്തു. നമുക്ക് അതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കണം. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. നന്നായി മൂടി വെക്കുക. ഇരുന്ന് വേവട്ടെ. ഫ്ലെയിം ഹൈയിലാണ് കേട്ടോ. ഇനി നമുക്ക് ചോറ് വെന്തോന്ന് നോക്കാം. ഇളക്കി കൊടുക്കുക. വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇളക്കുമ്പോൾ അധികം മരത്തിൻ്റെ എന്തെങ്കിലും തവി കൊണ്ട് വേണം ഇളക്കി കൊടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ അത് ചോറ് ഉടഞ്ഞു പോകും. ഓക്കെ, വെന്തിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യണം. ഇനി നമുക്ക് ലെയർ ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ലെയർ ഇട്ട് കൊടുക്കാം. ലെയർ ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ. നെയ്യ് ഒന്ന് അടിയിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ചോറിട്ട് കൊടുക്കാം. അതൊന്ന് നന്നായി എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം കുറച്ച് നമുക്ക് മല്ലിയില, പുതിനയില മിക്സ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ സവാളയൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. ഇവിടെ അധികം ആരും യൂസ് ചെയ്യാത്ത കാരണം ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൽ ഞാൻ റോസ് വാട്ടറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്താണ്. ആ വെള്ളം നമ്മളൊന്നിങ്ങനെ കുടഞ്ഞു കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് ഇതിടാം, നമ്മുടെ മസാല ഇടാം. ഇവിടെ വെക്കാം. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി അടുത്ത ലെയർ ഇടാം. ഇതുപോലെ നേരത്തെ ചെയ്ത എല്ലാ പ്രൊസീജിയറും നമ്മൾ ഇവിടെയും കൂടി ചെയ്യുക. നാരങ്ങ നീര് പകുതി എടുത്തിട്ട് ഇതിൻ്റെ മേലേക്കൊന്ന് നമുക്ക് ദമ്മിടാൻ വെക്കുന്നത് അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇനി നമുക്ക് അലുമിനിയം ഫോയിൽ കൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി വെക്കാം. ഇനി ഞാൻ സ്റ്റവ് ഓൺ ചെയ്യാൻ പോവാണ്. അത് ലോ ഫ്ലെയിമിലിട്ടിട്ട്
അങ്ങനെ 10 മിനിറ്റ് ഇരിക്കട്ടെ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. 10 മിനിറ്റൊക്കെ കഴിഞ്ഞു. ആവിയൊക്കെ വരുന്നുണ്ട്. ഇനി ഞാനിത് വിളമ്പുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സവാളയും ഒക്കെ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വെച്ചില്ല, അത് ആദ്യം ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് മസാല ചോറ് കുറച്ചും ഇങ്ങോട്ട് നീക്കി കുറച്ച് ചോറിട്ട് കൊടുക്കാം. ഞാനത് സർവിംഗ് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം കാണിച്ചു തരാം. അങ്ങനെ ഞാനിത് സർവിംഗ് ബൗളിലേക്ക് മാറ്റി. അങ്ങനെ എൻ്റെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ എന്നെ എഴുതി അറിയിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.